ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് റുക്സാന. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഞാൻ നല്ലൊരു പഴുത്ത നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചതാണ് കേട്ടത്. നല്ല പഴുത്ത പഴം ആവുകയാണ് നല്ലത്. അപ്പോൾ അത് പുഴുങ്ങിയെടുത്തു. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ വരെ ആവാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് തരുന്നുണ്ട്. ഇത് അടിച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, വെള്ളം ഒഴിക്കാതെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ സമയം വലിയൊരു തേങ്ങയുടെ പകുതി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു മുറിയുടെ തേങ്ങ ഫുള്ളായിട്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2.5 കപ്പ് പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അത് ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ 1/2 കപ്പ് കോൺഫ്ലവർ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഞാനിതാ ഈ പാനിലായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പാനിലേക്ക് തന്നെയാണ് ഞാൻ അരിച്ചൊഴിച്ച് കൊടുക്കുകയാണേ. അരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഏലക്കായുടെ പൊടിയോ അല്ലെങ്കിൽ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അരിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണേ. ഇത് പെട്ടെന്ന് കുറുകി കിട്ടും, കാരണം കോൺഫ്ലവർ പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും. അതുകൊണ്ട് ഒന്ന് തിളക്കുന്നത് വരെ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. തിളച്ചതിന് ശേഷം പിന്നെ തീ ഒന്ന് മീഡിയത്തിലേക്ക് കുറച്ച് വയ്ക്കണേ. ഇത് പെട്ടെന്ന് കുറുകി കിട്ടും. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നെയ്യൊന്നും വേണ്ട കേട്ടോ. ഞാൻ ആകെ ഉണ്ടാക്കാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇത് ഇത്രത്തോളം കുറുകിയിട്ടുണ്ട്. ഈ സമയം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത്രയൊന്നും ടൈറ്റ് ആയ പോലെ കേട്ടോ, നന്നായിട്ട് കുറുകണം. കാരണം ഇത് നമുക്ക് കട്ട് ചെയ്യുന്ന പാകമായി കിട്ടണേ. ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കുക. വീണ്ടും ഞാനിതാ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഏകദേശം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. പക്ഷേ ഇനിയും കുറുക്ക് തന്നെ വേണം. ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിക്കൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്ന പാകമായിട്ടുണ്ട്. കണ്ടോ, പാനിൽ നിന്ന് മാറ്റുമ്പോൾ ഒക്കെ ഫുള്ളായിട്ട് പാനിൽ നിന്ന് പിടിക്കാതെ ഒക്കെ വിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇത് പാകമായി കിട്ടും. ഈ സമയം ഞാൻ ഇത് ഒഴിക്കാനായിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതാദ്യം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ല പാനിൽ നിന്നൊക്കെ ഇട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ സെറ്റ് ചെയ്യുക. ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നെയ്യ് പുരട്ടി ആദ്യം റെഡിയാക്കി വെക്കണേ. ഞാൻ ഇതിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തീരെ ഞാൻ ഉണ്ടാക്കിയ പാത്രത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മുഴുവനായിട്ട് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. തീരെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കുക. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ കൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണേ. നന്നായി ചൂടാറിയതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോഴേക്കിത് നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ ആയപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റായ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.